എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സജീന വ്ലോഗിനെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. രേണുസുധിയുടെ പെൺഗുണ്ടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാനും പറയാറുണ്ട് രേണുസുധിയുടെ പെൺഗുണ്ടി തന്നെയാണ്. രേണുസുധി ഒരു സമയത്ത് ആരോടും ഒന്നും പ്രതികരിക്കില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും പല്ലി എന്ന് വിളിച്ചാലും പറയും പല്ലി, എനിക്ക് പല്ലിയെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പല്ലി തന്നെയാണ്. എലി എന്ന് വിളിച്ചാലും പറയും എലിയോ, അയ്യോ അത് നല്ലൊരു പാവം ജീവിയല്ലേ, ഞാൻ എലി. ഇനി കാണ്ടാമൃഗം എന്ന് വിളിച്ചാൽ പറയും അയ്യോ കാണ്ടാമൃഗമല്ലേ, അതും ഒരു ജീവിയല്ലേ, അത് ഞാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന രേണുസുധിയാണ്. ഇപ്പൊ രേണുസുധി പ്രതികരിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സജീന വ്ലോഗിന്റെ ആ ഒരു വരവോട് കൂടിയിട്ടാണ്. ഇപ്പൊ സജീന വ്ലോഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. കാരണം തീരെ കഴിവില്ലാത്തൊരു വ്യക്തിയല്ല അവര്. അവർക്ക് അത്യാവശ്യം നല്ല സംസാരിക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. പിന്നെ പോരെങ്കിലും നമുക്കറിയാം അഭിനയത്തിന്റെ ABCD പോലും അറിയാത്ത രേണുസുധി ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ടൊന്നും അല്ല, സുധി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ജനങ്ങളുടെ ആ ഒരു സഹതാപം കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ രേണുവിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെയൊക്കെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് സജീന. അപ്പോ ഇവിടെ പല ആളുകളും വന്നിട്ട് നമ്മളെ തെറി വിളിക്കാനായിട്ട് വരുമായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട്. പക്ഷെ എന്നാൽ പോലും പറയുകയാണ്, കാണാനാണെങ്കിലും ഇപ്പൊ കാണാൻ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും ഒട്ടും മോശമല്ല. രേണുവിനേക്കാളും ഒരുപടി കൂടി മുന്നിലാണ് സജീനയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ രേണു ഇപ്പൊ കാണാൻ നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ അത് വളരെ കൃത്രിമമായിട്ട് നേടിയെടുത്ത സൗന്ദര്യം മാത്രമാണ്. പക്ഷെ സജീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്രിമ സൗന്ദര്യമൊന്നും അല്ല, സാധാരണ രീതിയിലുള്ള മേക്കപ്പ് കാര്യങ്ങൾ, അത്യാവശ്യം പൊട്ടി ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള കാര്യം മാത്രമാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രമുഖ യൂട്യൂബർ വന്നിട്ട് സജീനയെ വിളിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കേട്ടു. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് അതെടുത്ത് സംസാരിക്കണമെന്ന് തോന്നി. എന്തായാലും അവർ പറയുന്ന എന്താണെന്ന് വെച്ചാല് സജീന എന്ന് പറയുന്ന സജീന വ്ലോഗ് അവര് രേണുവിന്റെ അമേദ്യം തിന്നാണ് ജീവിക്കുന്നത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ തീട്ടം തിന്നി എന്ന് തന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോ എന്നിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളെയും എടുത്ത് സംസാരിക്കാറുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വിമർശിക്കാറുമുണ്ട്. പക്ഷെ അതേസമയം ഈ സജീന എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ, രേണുവിനെ വേണ്ടിയിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇപ്പൊ രേണുവിനെ ആരൊക്കെ വിമർശിച്ച് വീഡിയോ ചെയ്യും അവിടെയൊക്കെ വന്നിട്ട് അവരെ തെറി പറഞ്ഞുകൊണ്ട് സംസാരിക്കും, അല്ലെങ്കിൽ അവരെ മോശക്കാരി ആക്കിക്കൊണ്ട് രേണുവിന് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് സംസാരിക്കും ഈ പറയുന്ന സജീന. അത് ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും എവിടെയാണെങ്കിലും ഇവർക്കുള്ള ഒരേ ഒരു കണ്ടന്റ് രേണുവാണ്. അപ്പൊ രേണുവിനെ വിറ്റ് തന്നെയാണ് ഇവരും തിന്നുന്നത്. ആ ഒരു കാര്യത്തിൽ വളരെ സത്യമാണ്, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രേണുവിന് വേണ്ടിയിട്ട് ഇപ്പൊ മോശം വിളിക്കുന്നവർക്ക് തന്നെ റീച്ച് ഉണ്ട്. അപ്പൊ രേണുവിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഇങ്ങനെ തൊള്ള തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് റീച്ച് ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സജീന ഇങ്ങനെ രേണുവിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നീട് നമ്മൾ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞ് അരിമേടിക്കുന്നെങ്കിൽ ഈ പറയുന്ന സജീന രേണുവിനെ എന്താണ് പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അരിമേടിക്കുന്നു. രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ എല്ലാവരുടെ കാര്യത്തിലും എല്ലാ വിഷയങ്ങളിലും സംസാരിക്കുമ്പോൾ ഇവർ രേണുവിനെ മാത്രം വെച്ചിട്ട് അരിമേടിക്കുന്നു. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു പച്ചയ്ക്കൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ പറയുന്ന പുള്ളിക്കാരത്തെ തീട്ടം തിന്നിയെന്ന് യാതൊരുവിധ മനസാക്ഷി കുത്തും ഇല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് കേട്ടിട്ട് വരാം. അതിപ്പോ കേട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന്. അപ്പൊ എന്തായാലും കേട്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ഇനാഗ്രേഷൻ വന്നപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എന്റെ അപ്പോനോ ഈ രണാസുനയുടെ തീട്ടം തിന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ സജീന എന്ന് പറയുന്നത്, രേണുവിന്റെ തീട്ടം എടുത്ത് തിന്നുന്നതാണ് അവരുടെ പരിപാടി. രേണുവിന് ആരെന്ത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്താലും ഒട്ടനെ അവര് രേണുവിന് സപ്പോർട്ടുമായിട്ട് വരും. എന്തുകൊണ്ട് രേണുവിന് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ഈ ഒരു വിഷയത്തിലൊന്നും പറയാത്തത്? രേണു ഇതുപോലുള്ള തെറ്റുകൾ പറയുമ്പോൾ അല്ലെ ഇതുപോലുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അത് തിരുത്തി പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ ഈ ഒരു രേണുസുധിയുടെ കണ്ടന്റ് മാത്രം എടുത്തല്ല വീഡിയോ ചെയ്യുന്നത്, ഒരുപാട് കണ്ടന്റുകൾ എടുത്ത് വീഡിയോ ചെയ്യുന്നവരാണ്. ഈ സജീന എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ രേണുസുധിയുടെ മാത്രം കണ്ടന്റ് എടുത്ത് വെച്ച് ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ രേണുസുധിയെ മാത്രം കണ്ടന്റ് ആക്കിക്കൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ, രേണുസുധിയുടെ നല്ലത് മാത്രമാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മുടെ യൂട്യൂബർ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ സജീന ഇത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പറയുന്ന നമ്മുടെ യൂട്യൂബർ രേണുസുധിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിലെ ഒരു ബ്യൂട്ടി പാർലറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് രേണുസുധി വന്ന സമയത്ത് ഈ ഒരു പുള്ളിക്കാരത്തിയുടെ നാടായത് കൊണ്ട് തന്നെ നമ്മുടെ പ്രമുഖ യൂട്യൂബർ അത് കാണാനായിട്ട് പോയി. അപ്പൊ ആ ഒരു സമയത്ത് മുഖത്ത് മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു പുള്ളിക്കാരത്തി പോയത് എന്നൊക്കെയാണ് പറയുന്നത്. പൊടി അടിക്കുന്ന പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, റോഡ് പണിയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി മാസ്ക് വെച്ചിരുന്നത് എന്ന് പറയുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആള് കുറവാണ്. അത് മാത്രമല്ല രേണുസുധി ഇത്തിരിയേ ഉള്ളൂ. ആ പറയുന്ന സമയത്ത് അവർ പറഞ്ഞു ബോഡി ഷേമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആള് വളരെ കുറവായിരുന്നു, രേണുസുധിയുടെ കൂടെ വന്ന ക്യാമറക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ രേണുസുധി കാണാനായിട്ട് ഇടയായി. പക്ഷെ അപ്പോഴും എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ രേണുസുധി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വീഡിയോകളൊന്നും കാണാറില്ല, രേണുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കേൾക്കാറില്ല.
ഞാൻ നിങ്ങളിടുന്ന വീഡിയോകളൊന്നും നോക്കാറില്ല എന്നൊക്കെ പറയുന്ന രേണുസുതി ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി ഇട്ട വീഡിയോ കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരത്തി എന്തായാലും അതിനെതിരെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ രേണുസുതി പറഞ്ഞ ചില ഡയലോഗുകളുണ്ട്, അത് കേട്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോ, എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ തിരിച്ചു വന്നപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന SP വ്ളോഗ് എന്ന് കണ്ടാൽ തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജിന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ. നാണം ഉണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണോ മാനം ഉണ്ടോ? കാരണം വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് ഫോൺ മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെ, ഞാനിങ്ങനെ തുടക്കം കണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണുസുതി വലിയ ആളെന്ന് ആകെ ഇച്ചിരിയേ ഉള്ളൂ. ഈ ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ മേലെ രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണെങ്കിലും വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ രേണുസുതി വലിയ സെലിബ്രേറ്റ് ഒന്നും അല്ല. രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്, കേട്ടോ. ചേച്ചി കൂടുതൽ ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതിങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലേ ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റായിരുന്നു. SP വ്ളോഗ് ചേച്ചി. അപ്പോൾ അതാണ് രേണുസുതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാസ്ക് ഒക്കെ വെച്ച് മറഞ്ഞു നിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് നാണമില്ലേ, നാണമാവുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് രേണുസുതി. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ രേണുസുതി തിരുവനന്തപുരത്ത് വന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ രേണുസുതിയെ കുറിച്ചിട്ട് എപ്പോഴും നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും കാണാൻ പോവില്ല എന്ന് മാത്രമല്ല, പോവുകയേ ഇല്ല. അതേസമയം ഈ ഒരു പെൺകുട്ടി ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ വീട്ടിന്റെ അടുത്ത് വന്നു. അപ്പോൾ ഒന്ന് കണ്ടിരിക്കാം എന്ന് കരുതിയിട്ട് അവർ അവിടേക്ക് പോയതാണ്. കണ്ടിരിക്കുന്നത് മാത്രമല്ല, വീഡിയോസും കൂടി എടുക്കാം, പിന്നെ വരുന്ന സമയത്ത് ആളുകൾ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കാം, അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കണം ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് 2 രീതിയിലാണ്. അവർക്ക് അങ്ങനെ പോകണമെന്ന് തോന്നി, അവർക്ക് അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ആ എടുക്കുന്ന വീഡിയോ അത് കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ഒന്നുകിൽ ഈ ഒരു യൂട്യൂബർക്ക് പറയേണ്ടിയിരുന്നില്ല, ഞാൻ ഇതുപോലെ പോയി എടുത്തതാണെന്ന് പറയാതെ ഇടാമായിരുന്നു. ഇനി അഥവാ അങ്ങനെ പറഞ്ഞ് ഇടുന്ന സമയത്ത് അവരെ അപമാനിക്കാനായിട്ട് പോയി ഇട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിരന്തരം അവരുടെ കുറ്റങ്ങൾ മാത്രം പറയുന്ന ഒരാൾ പോയി, അവർ വരുന്ന ഉദ്ഘാടനത്തിൽ പോയി മാസ്ക് ഒക്കെ വെച്ച് നിന്നിട്ട് അതിന്റെ പക്ഷേ വിഷയത്തിൽ ജയിച്ചത് നമ്മുടെ യൂട്യൂബർ തന്നെയാണ്. കാരണം രേണു അവർക്ക് ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തു കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് രേണു ഇവിടെ പ്രതികരിച്ചത്. അപ്പോൾ ശരിക്കും അവർക്ക് ഗുണമാണ് ഉള്ളത് ഈ ഒരു കാര്യത്തിൽ, ഒരിക്കലും ദോഷം ഉണ്ടാവില്ല. ഈ ഒരു സംഭവം വന്നതിന് ശേഷം അവരുടെ ചാനലിൽ പലരും കയറിയിട്ടുണ്ടാവാം, അവരുടെ വീഡിയോസ് ഒക്കെ പലരും നോക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും ചാനലിൽ അവർ പറഞ്ഞ ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ട് രേണുവിനെ കാണിച്ചിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പലരും ചർച്ച ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ പറയാനായിട്ട്, കൂടുതലായിട്ട് ഒന്നുമില്ല. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.